ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. ഞാൻ വിചാരിച്ചു അമ്മയുടെ കുറച്ച് കൃഷി ഐറ്റംസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിൽക്കിയപ്പോഴൊരു വ്യൂ ആണ് കേട്ടോ. എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു റിലാക്സിങ് ഫീല് നമുക്ക് കിട്ടും. ഓപ്പോസിറ്റ് മലയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. രാവിലെയൊക്കെ നല്ല രസമാണ് ഈ മഞ്ഞക്കുള്ള ടൈമിൽ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ താഴെ ഇത് കരമന ആറാണ് താഴെക്കൂടെ ഒഴുകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ഈ കാണുന്നത് മറ്റേ വള്ളിപ്പയറാണ് കേട്ടോ, ലോങ് ടൈപ്പ് വള്ളിപ്പയറാണ്. അതിങ്ങനെ അമ്മ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിലുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, വഴുതനങ്ങയുടെ തൈയാണ്. ഇതുവരെയ്ക്കും കായ്ച്ചിട്ടില്ല, പൂ ഇതുപോലെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തക്കാളിയാണ് കേട്ടോ. ഈ പ്രാവശ്യം വെച്ച തക്കാളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോഴൊക്കെ തക്കാളി ആയി വരും, അത് കേടായി ഇങ്ങനെ പോവുക കേട്ടോ, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വെച്ച തക്കാളി തൈയൊക്കെ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ റെഡ് കളർ തക്കാളിയാണ്. ഇത് നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരവും അതുപോലെ ചെറിയ പുളിപ്പുള്ള തക്കാളിയാണ് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ മുളകിൻ്റെ ഐറ്റംസ് കുറേ വെറൈറ്റി മുളകാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ മുളകിൻ്റെ ഐറ്റംസാണ്. പിന്നെ ഇത് മറ്റേ ഉണ്ടമുളകുണ്ടല്ലോ, നമ്മൾ ഈ ചൂരമീനിലൊക്കെ ഇടുമല്ലോ, നല്ല എരിവും അതുപോലെ ഈ ഒരു മുളക് മീനിലിട്ട് നല്ല മണമുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കൊക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു പർപ്പിൾ കളറ് മുളകാണ്. ഇതിൻ്റെ ഇലയും അതുപോലെ ഇതിൽ തന്നെ പൂവൊക്കെ ചെറിയൊരു പർപ്പിൾ കളറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആയി വരുന്ന മുളകും ഗ്രീനും പർപ്പിളും കൂടെ ഒരു മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ മുളക്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു വെറൈറ്റി ടൈപ്പ് മുളകാണ് കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ ശരിക്കും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വഴുതനങ്ങയാണ്. ഇതിൽ 2-3 കുഞ്ഞു കുഞ്ഞു വഴുതനങ്ങ ആയി വരുന്നുണ്ട്. 2-3 പൂവുണ്ട് കേട്ടോ. അതിൽ കണ്ട കുഞ്ഞു കുഞ്ഞു കുട്ടി വഴുതനങ്ങ ഇതുപോലെ ആയി വരുന്നുണ്ട്. ഇതും പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഇവിടെ നിറയെ പിടിക്കും കേട്ടോ. കുറേ ഉണ്ട്. ഒരു തൈ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് കിട്ടും. പിന്നെ നമ്മൾ കുറച്ചൊക്കെ പുറത്തും കൊടുക്കാറുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. മിക്കവാറും നമ്മുടെ ആവശ്യം നമ്മൾ എടുക്കാറുള്ളൂ. പിന്നെ ഇത് അധികം നീളം വയ്ക്കാത്തൊരു ടൈപ്പ് പച്ചമുളകാണ്. ഇത്രയുള്ള അതിൻ്റെ ലെങ്ത്. പിന്നെ ഇത് കുട്ടി പച്ചമുളകാണ് കേട്ടോ. കുഞ്ഞു തൈ തന്നെ 2-3 പച്ചമുളകുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ഈ റോസ ഉണ്ടല്ലോ, റോസയും അരളിയും പിന്നെ ഇപ്പുറത്തെ മറ്റേ പനിനീർ റോസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലുള്ളതും പച്ചമുളകാണ് കേട്ടോ. 2-3 ടൈപ്പ് പച്ചമുളകുണ്ട്. ഇതിൽ കാണുമ്പോൾ അറിയാം ഈ ഒരു തൈ തന്നെ നിറയെ പച്ചമുളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളതെന്ന് വെച്ചാൽ വഴുതനങ്ങയാണ്. ഇപ്പം കൂടുതലുള്ളത് വഴുതനങ്ങയും പച്ചമുളകാണ് കേട്ടോ. ഈ വഴുതനങ്ങ നല്ല സൈസ് വയ്ക്കും കേട്ടോ. ഇത് ഇങ്ങനെ ആയി വരുന്നുണ്ട് വഴുതനങ്ങ. പിന്നെ അപ്പുറത്തുള്ളതെന്ന് വെച്ചാൽ തുളസിയാണ്. തുളസിയും പിന്നെ അതിൻ്റെ താഴെ തന്നെ അമ്മ വെള്ളരിയുടെ ഇതും പടർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളതെന്ന് വെച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ ഇതാണ് കേട്ടോ. ഈ ശംഖുപുഷ്പമൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിത്തുണ്ട് കേട്ടോ, അതിങ്ങനെ മാറ്റി വയ്ക്കാം നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കറ്റാർ വാഴയാണ്. ആ സൈഡ് ഫുൾ കറ്റാർ വാഴയുടെ സൈഡ് കേട്ടോ. നമ്മൾ എണ്ണ കാച്ചാനൊക്കെ വേണ്ടിയിട്ട് കറ്റാർ വാഴ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലും പച്ചമുളകാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പച്ചമുളകാണ്. കാരണം അമ്മയ്ക്ക് ഈ മുളക് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കൂടുതലും ഈ മുളക് ഐറ്റംസാണ് ഉള്ളത്. പിന്നെന്താ, അതിൻ്റെ ഫ്രണ്ടിലും ഇത് വേറെ ടൈപ്പ് കറ്റാറാണ് കേട്ടോ. ഇത് കനം കുറഞ്ഞ ടൈപ്പ് കറ്റാർ. ഇത് നിറച്ചിങ്ങനെ മുള പൊട്ടും കേട്ടോ. നമ്മൾ ഒരു മൂട് നട്ടാൽ മതി. ഇതിങ്ങനെ നിറച്ച് ഇത് നമ്മൾ 2 മൂട് ഇത് നട്ട് വെച്ചാണ് കേട്ടോ മകളിൽ. അതിങ്ങനെ മുള പൊട്ടി കുറേ ആയതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്താ, കത്തിരിക്കയാണ്. ഇത് കുഞ്ഞൻ സൈസ് കത്തിരിക്കയാണ് കേട്ടോ, അധികം വലുതാവില്ല. പിന്നെ ഈ കറ്റാർവാഴയിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. സ്കിൻ കെയറിനായിക്കോട്ടെ, ഹെയർ കെയറിനായിക്കോട്ടെ, എല്ലാത്തിനും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ കറ്റാർവാഴ എടുക്കുന്നത്. ഇത് വേറെ ടൈപ്പ് മുളകാണ്. അതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. പിന്നെന്താ, ഇപ്പുറത്ത് കാണുന്ന മറ്റേ ഉണ്ടമുളകിൻ്റെ കുഞ്ഞൻ തൈയാണ് കേട്ടോ. പിന്നെ ഇത് മാമൻ അമ്മയ്ക്ക് കൊടുത്തൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു കാ ഉണ്ട് കേട്ടോ. അതിന് എന്തൊക്കെ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് അമ്മയ്ക്ക് കൊടുത്തതാണ്. ഈ സൈഡിലൊക്കെ പിന്നെ മുളകാണ് കേട്ടോ ഉള്ളത്. മെയിൻലി ഉള്ളത് മുളകാണ്. പിന്നെ ഇത് നേരത്തെ കണ്ട മറ്റേ പർപ്പിൾ മുളകിൻ്റെ ആ ഒരു തൈ.
പിന്നെ ഈ ഒരു സൈഡിലും തക്കാളി ഉണ്ട്. ഇപ്രാവശ്യത്തെ തക്കാളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ നമ്മൾ വെച്ച തൈയിലൊക്കെ നന്നായിട്ട് ഈ തക്കാളി പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ തക്കാളി ഇല്ലാണ്ടായി പോയേട്ടാ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്രാവശ്യം ഉണ്ടായില്ല. പിന്നെ കുറേ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനി പുതിയ വെണ്ടയുടെ തൈ വെക്കാൻ സമയമായി. ഇത് ഒരെണ്ണം അമ്മ ഇങ്ങനെ ഇത് പറിക്കാണ്ട് വെച്ചേക്കുന്നത് ഇത് തൈക്ക് വിത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വിത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മൂലയിലൊക്കെ അവിടെ ഇവിടെ ഇത് മുളകിൻ്റെ തൈ കാണാം. ഇവിടെയും ഒരു വെണ്ട തൈ ഉണ്ട്. ഇത് മറ്റേ ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. 2-3 വെണ്ട ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതെന്ന് വെച്ചാൽ കാന്താരി മുളകാണ് കേട്ടോ. നമുക്ക് കുറേ കാന്താരി മുളകുണ്ട്, അതൊക്കെ താഴെ വിളയാണ് കേട്ടോ കാന്താരി മുളകൊക്കെ ഉള്ളത്. മുകളിൽ ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ കാന്താരി മുളകായിട്ട്. പിന്നെ മുകളിൽ അമ്മ ഇങ്ങനെ പടർത്തി വിട്ടേക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ പയറിൻ്റെ, ആ പയറിൻ്റെയും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കോവയ്ക്കയുടെ ആ ഒരു ഇതും പടർത്തി ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, അമ്മയ്ക്ക് ഈ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറേ ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ഗ്രോ ബാഗിൽ ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഇതത്ര ഈസി ഒന്നുമല്ല കേട്ടോ. കാരണം ടെറസിൻ്റെ മുകളിൽ ഇത്രയും ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മ അത് ഇഷ്ടത്തോടെ ചെയ്യാറുമുണ്ട്. എത്ര സമയമില്ലെങ്കിൽ അമ്മ കുറച്ച് സമയം ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ മാറ്റി വയ്ക്കാറുണ്ട്. കൂടെ തന്നെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇവിടെ ശരിക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താ മുരിങ്ങയില, അത് പുതുതായിട്ട് അമ്മ വെച്ചതാണ്. മുരിങ്ങയില നമുക്ക് മെയിനായിട്ട് താഴെ നമ്മൾ കൃഷി ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കോഴി ഒരു കാരണവശാലും സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് മെയിൻലി അമ്മ മുകളിൽ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.